നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധിയും നികേഷും കൂടെ നിധിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ടെൻഷനായിപ്പോയി. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ സുധീഷ് തൻ്റെ വിഷമം മാറ്റാനായിട്ട് ഹരീഷിൻ്റെ അടുത്തേക്ക് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഹരീഷിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ വിഷമങ്ങളൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ നിധി വരുമോ അതൊന്നും ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയില്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയണം. ഹരീഷും സുധീഷും കൂടെ എപ്പോൾ നോക്കിയാലും രണ്ടുപേരും കണ്ണി നോക്കി സംസാരിച്ച് അപ്പോൾ വഴക്കുണ്ടാക്കും. പതിവ് തെറ്റിച്ചില്ല. രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കുകയാണ്. സുധീഷ് പറഞ്ഞു, എൻ്റെ ഭാര്യ പോയിട്ടുണ്ടെങ്കിൽ എനിക്കല്ലേ വിഷമം ഉണ്ടാകുന്നേ, അത് മാത്രമല്ല അവളെപ്പോലുള്ള സുന്ദരിയായിട്ടൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയത് നിനക്ക് അസൂയ എന്നൊക്കെ ഹരീഷിനോട് പറഞ്ഞു. ഹരീഷ് വിട്ടുകൊടുക്കുമോ? ഹരീഷ് പറഞ്ഞു, എടാ അവൾ പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിരിപ്പ് മൂലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് ചന്തു പോയി. ആ സമയത്ത് ചന്തുവിനോട് ദേഷ്യപ്പെട്ട് ഹരീഷ് പറഞ്ഞു, അവന് ജ്യൂസൊന്നും വേണ്ട, ഇനി ജ്യൂസൊന്നും കൊടുക്കണ്ടെന്ന് പറയാം. അല്ലെങ്കിലും ആർക്ക് വേണം നിന്റെ ജ്യൂസ്, നീ തന്നെ കുടിച്ചാൽ മതി, അല്ല തലയെ കൂടെ ഒഴിക്കാനൊക്കെ പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നെ. സുധീഷിന് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു. കാരണം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഹരീഷിൻ്റെ അടുത്തേക്ക് ചെന്നേ. ഇനി എന്തായി തിരുവെന്ന് ഓർത്തിട്ട് ഒന്നുമില്ലെങ്കിൽ നികേഷിൻ്റെ കൂടെ പോയിരിക്കുന്നേ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവനെ അടിച്ചിറക്കി വിട്ടിട്ട് അവളെ പിടിച്ച് വീട്ടിനകത്ത് കയറ്റുമോ, പിന്നെ അവളെ പറഞ്ഞു വിടാതിരിക്കുമോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. ആ സമയത്ത് നികേഷും നിധിയും കൂടെ തക്കൽ സ്റ്റാൻഡിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് അവരവിടം വരെ പോയത്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സാന്ദ്രയെ വിളിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയാം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരാലോ. വീട്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ലോ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അമ്മയും ചിലപ്പോൾ അച്ഛനൊക്കെ ആ സമയത്ത് വന്നാലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ നിധി മനസ്സ് വിചാരിച്ചു. തക്കല കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നികേഷിന് ഭയങ്കര സന്തോഷമായി. നികേഷ് പറഞ്ഞു, കൊള്ളാലോ, നിധി അടുത്തിട്ട് നാടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഈ സമയം നിധി പറഞ്ഞു, അല്ല നമ്മളിവിടെ എത്തി, പക്ഷേ ഇനിയിപ്പം എവിടേക്ക് സാന്ദ്രയെ അടുത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് തരുന്നതെന്ന് അറിയത്തില്ല, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ സാന്ദ്രയെ നിധി വിളിക്കുകയാണ്. ഈ സമയത്ത് സാന്ദ്ര ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് ഹേമയ്ക്ക് കൊണ്ടു കൊടുക്കാൻ തുടങ്ങണം. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നതായിട്ട്. അങ്ങനെ ചായ കൊടുത്തിട്ട് ഒന്ന് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നിധിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ആരാ സാന്ദ്രയെ വിളിക്കുന്നത്? നിധിയാന്ന് പറയണം. അവളാണെ കോൾ എടുക്കുക, ലൗഡ് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടു. ആ സമയത്ത് നിധി പറഞ്ഞു, അതെ സാന്ദ്ര അടുത്ത് ഞാനിതേ ഇവിടെ തക്കൽ സ്റ്റാൻഡിലെത്തിയെന്ന് പറയാം. സാന്ദ്ര അടുത്ത് എങ്ങോട്ടാ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നേ എന്ന് ചോദിക്കുക. ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സാന്ദ്ര ഒരു നിമിഷം ഹേമയെ നോക്കി. ഹേമ പെട്ടെന്ന് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കൈ കൊണ്ട് കാണിക്കുകയാണ്. അതെ ഒരു കാര്യം ചെയ്യുക, നീ ഇങ്ങോട്ടേക്ക് പോരെ. വീട്ടിലേക്കോ? അത് ശരിയാകത്തില്ല. വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അത് കേട്ടതും സാന്ദ്ര പറഞ്ഞു, അതെ അച്ഛനും പിന്നെ അരുണേട്ടനും ഒക്കെ പുറത്ത് പോയിരിക്കുക, കമ്പനി പോയിരിക്കുക, അവരിപ്പോഴെങ്ങും വരാൻ പോകുന്നില്ല. അപ്പം പിന്നെ അമ്മയില്ലേ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും ഞാനവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഒരു ബുദ്ധിമുട്ടാവില്ല. അമ്മയാണ് എന്നോട് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്തോളാൻ. സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാൻ അമ്മ പറഞ്ഞു. അതേന്നേ, ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ആദ്യം പറഞ്ഞേ. അപ്പോഴാണ് അമ്മയാണ് പിന്നെ അലമാരുടെ കീ ഒക്കെ എടുത്തോണ്ടെന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അവൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഒരു ജോലിക്ക് പോകാനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ജോലിക്ക് പോകാനല്ലേ, സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. നിന്നോട് ഇവിടെ വന്ന് വാങ്ങിച്ചോളാൻ അമ്മ പറഞ്ഞേ. അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അത് കേട്ടതും നിധി ചോദിച്ചു, അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, എന്ത് പ്രശ്നം, നീ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരെ എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് സാന്ദ്ര നിധിക്ക്. അത് കേട്ടപ്പോൾ നിധിക്ക് സന്തോഷമായി. നിധി കോള് കട്ട് ചെയ്തു. പിന്നീട് സാന്ദ്ര ഹേമയോട് പറഞ്ഞു, അമ്മേ നമ്മൾ ഈ ചെയ്യുന്ന ചതിയല്ലേ, അവൾ എന്നെ വിശ്വസിച്ചാ വരുന്നത്, ഞാൻ പറയുന്നതൊക്കെ അവൾ വിശ്വസിച്ചു. അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു, അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഇവിടെ വന്നിട്ട് തിരികെ അവൾ പോണോ വേണ്ടിയെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയാം. അമ്മ അത് ശരിയാന്ന് തോന്നുന്നുണ്ട് അമ്മയ്ക്ക്. അതെ ഞാൻ തീരുമാനിച്ചോളാം, നിനക്കെന്താ അവളോട് ഇത്ര സെന്റിമെന്റ്സ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ നമ്മളോട് ചെയ്ത് എന്താണെന്നറിയാലോ, അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നികേഷ് നിധിയോട് ചോദിച്ചു, എന്താ എടുത്തി അമ്മേ? സാന്ദ്ര ചേച്ചി എന്താ പറഞ്ഞെന്ന് ചോദിക്കുക. അതെ നമ്മളോട് വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞേ. വീട്ടിലേക്ക് ചെല്ലാനോ? അതെന്താ? അത് പിന്നെ അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളാൻ. അപ്പം അച്ഛനും ചേട്ടനും വയ്ക്കോ, അവരൊന്നും അവിടെ ഇല്ലെന്നാ പറഞ്ഞേ. അമ്മ മാത്രമുള്ളെന്ന്, അമ്മ സർട്ടിഫിക്കറ്റ് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഒരു ചെറിയ സമാധാനമൊക്കെ നികേഷിന് തോന്നി. പക്ഷേങ്കിൽ നിധിക്ക് ഭയങ്കര ടെൻഷൻ.
നിധി പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല നികേഷേ, നല്ല ടെൻഷനുണ്ട്. എന്തിനാ ടെൻഷൻ അടിക്കണേ? വീട്ടിൽ ചെല്ലുന്നു, സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു, പോരുന്നു. അത്ര ഈസിയാന്ന് ഓർത്താ നികേഷ് അങ്ങനെ പറഞ്ഞത്. പിന്നീട് നിധിയോട് ചോദിച്ചു, അല്ല എന്തെങ്കിലും കഴിക്കണം, വാ കഴിക്കാന്ന് പറയണേ. വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് നിധി പറഞ്ഞു. വേണ്ട വേണ്ട, എടുത്ത് ഇവിടെ ഒന്നു ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് പോയി ഒരു ഉപ്പ് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചു. ഈ സമയത്ത് നിധി പറഞ്ഞു, ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്, നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിൽ ഓട്ടോയ്ക്ക് പോവാണ്. പോകുന്ന സമയത്ത് ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര ടെൻഷനാണ്. വീട്ടിൽ ചെന്നാലത്തെ അവസ്ഥ ഓർത്തിട്ടാ ടെൻഷൻ. നികേഷ് ചോദിച്ചു, എന്താ എഴുത്തിയമ്മേ? എഴുത്തിയമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കുന്നേ? വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യം ഓർത്ത് ടെൻഷനാണോ? ടെൻഷൻ അടിക്കണ്ട, ഞാനല്ലേ ഉള്ളേ. പിന്നെ എഴുത്തിയമ്മ ഇതിനെ ടെൻഷൻ അടിക്കുന്നേ? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നികേഷ് ധൈര്യം കൊടുക്കുവാണ് നിധിക്ക്. പക്ഷെ നിധിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേസമയം സുധീഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. സുഭാഷ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുഭാഷിൻ്റെ അടുത്ത് എന്ന് സംസാരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞിട്ട് സുധീഷിനൊരു സമാധാനം ഉണ്ടായില്ല. സുധീഷ് അവിടെ ഇരിക്കുന്ന സമയത്ത് സുഭാഷ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് സുധീഷ് സുഭാഷിനെ വിളിച്ചു, ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരാൻ പറയാ. എടാ, ഞാൻ അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ജോലി നടക്കുന്നത്? എനിക്ക് ജോലി ചെയ്യണ്ടേ? ചേട്ടാ, ഇവിടെ ചേട്ടൻ്റെ അഞ്ചൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ ഒരു ജോലി. ഇവിടേക്ക് വന്നിരിക്കുക, ഒരു 2 മിനിറ്റ് നേരം എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഉടനെ സുഭാഷ് അവിടെ വന്നിരുന്നു. എന്താണ് നിന്റെ പ്രശ്നം? അതെ, അവൾ തിരികെ വരുമോ നിധി? പോയിട്ട് തിരികെ വരുമോ? എടാ, ഇത് എത്രാമത്തെ തവണയാണ് നീ എന്നോട് ചോദിക്കുന്നത്? ഒരു 100ാമത്തെ തവണയാന്ന് തോന്നേ. ഞാൻ പറഞ്ഞല്ലോ അവൾ തിരികെ വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. എനിക്ക് പേടിയുണ്ട് സുഭാഷ് ചേട്ടാ. ഒരുപക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നികേഷിനെ പേടിപ്പിച്ച് വിട്ടിട്ട് നിധിയെ അവിടെ തടഞ്ഞു വെക്കുമെന്ന്. എടാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവരുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എടാ, നിനക്ക് ഇത്രയ്ക്ക് ഇതായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവളെ പറഞ്ഞു വിട്ടെ? നീ കാണാനല്ലേ അവൾ അങ്ങോട്ട് പോയത്? നീ അല്ലേ പറഞ്ഞേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ജോലി കിട്ടും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കണ സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടല്ലേ അവൾ പോയത്. അത് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചേട്ടൻ ആർക്കിടെക്റ്റാന്ന് ഞാൻ പറഞ്ഞു പോയല്ലോ. അപ്പോൾ ചേട്ടനോട് ചോദിച്ചാൽ ജോലി കിട്ടുമെന്ന് അറിഞ്ഞു. അപ്പോൾ സർട്ടിഫിക്കറ്റും കൂടെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയല്ലേ ഇത് ഒഴിവായി പോട്ടെന്ന് ഓർത്ത് പറഞ്ഞാൽ അതിങ്ങനെ കുടിച്ചാവുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇനിയിപ്പം നീ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ഉണ്ട്. എടാ, സ്നേഹിക്കുന്ന പെണ്ണോട് ഇത്രയും കള്ളത്തരങ്ങൾ പറയാൻ പാടുണ്ടോ? എൻ്റെ പൊന്നി ഏട്ടാ, അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അവളോട് ഞാൻ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് അവളെ സ്വന്തമായിട്ട് വേണം ഏട്ടാ. അവൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല. അതെ, ചേട്ടനറിയാലോ അവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ടായെന്ന്. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, അത് ശരിയാ, അവളൊരു മഹാലക്ഷ്മി തന്നെയാന്ന് പറയണേ. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും വലിയ വീട്ടിലെ ഒരു പെങ്കൊച്ച് വീട്ടിൽ വന്ന് അടിച്ചു വാരുന്നു, തൂത്തുടച്ച് വൃത്തിയാക്കുന്നു, നിലവിളക്ക് കത്തിക്കുന്നു. എന്തൊരു പ്രത്യേക ഒരു ഐശ്വര്യമായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പം അവൾ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ചെന്ന് കയറാൻ തോന്നുമോ? എടാ, കാര്യമൊക്കെ കാര്യം, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേട്ടപ്പോൾ സുഭാഷിനോട് സുധീഷ് പറഞ്ഞു, എനിക്ക് പേടി അതല്ല ഏട്ടാ. പിന്നെ എന്താ? അത് പിന്നെ ഉണ്ടല്ലോ, അവളുടെ വീട്ടിൽ ചെന്നേയും പിന്നെ അപ്പം അവളുടെ അമ്മ വല്ല ആത്മഹത്യാ ശ്രമം എന്തെങ്കിലും നടത്തിയാലോ, അവളുടെ അച്ഛൻ നടത്തിയ പോലെ, അല്ലെങ്കിൽ ഭീഷണി മുഴക്കിയിട്ട് അവളെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എടാ, നീ ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. ഒന്ന് അത് പോട്ടെ. അവൾ വരുമെന്നും പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ അവൾ ഉറപ്പായിട്ടും വരും. അവൾ അങ്ങനത്തെ ഒരു പെണ്ണടാ, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അവൾ വാക്ക് പറഞ്ഞ വാക്കാ. എന്തേ സുഭാഷ് ചേട്ടൻ്റെ വാക്ക് മാറത്തില്ലല്ലോ. എടാ, ഞാൻ വാക്ക് മാറത്തൊന്നുമില്ല. അവൾ ഉറപ്പായിട്ടും വരും, നീ സമാധാനമായിട്ടിരിക്കുക. അപ്പോഴേക്കും അവിടുത്തെ പണിസൈഡിലെ ഒരു പണിക്കാരൻ വന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ വിശക്കുന്നുണ്ട്, ആഹാരം കഴിക്കട്ടെ എന്ന് ചോദിക്കാം. കഴിച്ചോളാം പറയാണ്. അങ്ങനെ പണിക്കാരോട് പോയി കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് സുധീഷിനോട് പറഞ്ഞു, അല്ല നീ ആഹാരം ഒന്നും കഴിച്ചില്ലോ? ഇല്ല. ഒരു കാര്യം ചെയ്യും, നീ കഴിച്ചോ. അല്ല അപ്പം സുഭാഷ് ചേട്ടനോ? നീ ആദ്യം കഴിക്കുക. അല്ല, എനിക്കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ? അതെങ്ങനെയാടാ? നീ വന്നിട്ട് ഇവിടെ ഇരിക്കുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ നിനക്കൂടെ കൂടിയിട്ടോ കൊണ്ടുവന്നിട്ടില്ല. സാരില്ല, നീ പോയി കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പണിക്കാരോടൊപ്പം പോയിരുന്ന സുധീഷ് ആഹാരം കഴിക്കുക. ആ സമയത്ത് സുഭാഷ് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും പണിക്കാരൻ പറഞ്ഞു, വാ സുഭാഷ് ചേട്ടാ, ഞങ്ങളോടൊപ്പം കഴിക്കാം, നിങ്ങൾ കഴിച്ചോ, ഞാൻ ഇത്ര സമയം കഴിഞ്ഞിട്ട് കഴിച്ചോളാം. അങ്ങനെയൊക്കെ പറഞ്ഞ് സുധീഷ് കഴിക്കുന്ന നോക്കിയിരിക്കുക. സുഭാഷിന് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം സുധീഷ് പറഞ്ഞു, അവൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പ്രണയം സെറ്റാവുള്ളൂ. ഞാൻ അവളുടെ ഭർത്താവല്ലേ, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടല്ല വിവാഹം കഴിച്ചത്. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിലും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നണമെങ്കിൽ അവൾ വീട്ടിൽ വേണം സുഭാഷ് ചേട്ടാ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോലും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുഭാഷിൻ്റെ വിശപ്പ് കിട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധിയും നികേഷും കൂടെ നിധിയുടെ വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി. ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത്
ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വഴിയിൽ. ആ സമയം നിധിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർ പരസ്പരം നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് അവളല്ലേ, രാജീവിൻ്റെ മോളല്ലേ? അല്ല, ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതല്ലേ, ഏതോ ഡ്രൈവറുടെ കൂടെ എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ്. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നിധിക്ക് നല്ല വിഷമമുണ്ടായി. ആ സമയത്ത് നികേഷ് നിധിയോട് ചോദിച്ചു, അല്ല ഇതാണ് വീടെന്ന് ചോദിക്കുകയാണ്. അതേന്ന് പറയണം, വലിയൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുവാണ്. ഈ സമയത്ത് നികേഷ് ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോയെന്ന്. ആരെയും കണ്ടില്ല. അങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഹേമ ഇരിക്കുന്നു കണ്ടു. ഹേമയുടെ കൂടെ സാന്ദ്ര ഉണ്ടായിരുന്നു. ആ നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര ഓടി വന്നു. സാന്ദ്ര ഓടി വന്ന് നിധി സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി സാന്ദ്രയെ നോക്കി. പിന്നീട് നോക്കി ഹേമയുടെ മുഖത്തേക്ക്. ഹേമയാണെങ്കിൽ തല കുനിച്ചു പിടിച്ചിരിക്കുകയാണ്. തല ഉയർത്തി നോക്കുന്ന പോലുമില്ല നിധിയെ, ഒരു വട്ടം പോലും നോക്കുന്നില്ല. ആ സമയത്ത് നിധി വെച്ചു, അല്ല സാന്ദ്ര ചേച്ചി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഒക്കെ തരാം, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ആ സമയം നിധിക്ക് അമ്മയോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയായി തീരുന്നൊരു പേടിയുണ്ട്. എന്നാലും സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് ഹേമയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയം തലയുയർത്തി ഹേമ നോക്കി. പിന്നീട് പുറകെ നിൽക്കുന്ന നികേഷിനെ നോക്കുകയാണ്. ഈ സമയത്ത് ഹേമ ആദ്യം ചോദിച്ചു, അവൻ ആരാന്ന് ചോദിക്കുക. പെട്ടെന്ന് ഇത് പറഞ്ഞു, അയ്യോ അത് ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇത് നികേഷാന്ന് പറയണം. അതാരാന്നാ നിന്നോട് ചോദിച്ചേ? അത് സുധീഷിൻ്റെ അനുജനമ്മേ. ആരാണെങ്കിലും അവനോട് ഗേറ്റിന് വെളിയിൽ നിൽക്കാൻ പറ. അല്ല അത് പിന്നെ അമ്മേ, നിന്നോടാ പറഞ്ഞത് ഗേറ്റിന് വെളിയിൽ നിൽക്കാൻ പറയാൻ. ആ സമയം നികേഷ് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പുറത്ത് നിന്നോളാം കേട്ടോ, ഞാൻ പുറത്ത് ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവന് തിരിഞ്ഞു പോയിക്കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഗേറ്റ് അടച്ചിട്ട് അവിടെ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. പാവം നിധി ഇപ്പോൾ വരുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട്. ആ സമയത്ത് സാന്ദ്ര നിധിയെ ഒന്ന് നോക്കി. അപ്പോഴേക്ക് ഹേമ അകത്തേക്ക് കയറി പോന്നിറങ്ങുവാണ്. ആ സമയം സാന്ദ്ര നിധിയോട് പറഞ്ഞു, ബാ അകത്തേക്ക് കയറി വരാൻ പറയണേ. ഏയ് അത് ശരിയാകത്തില്ല, ഒന്നുമില്ലല്ലോ, അമ്മ പോയത് കണ്ടോ, അമ്മയൊന്നും പറഞ്ഞില്ലോ, അകത്തേക്ക് കയറി വാ. അല്ല ഇനിയിപ്പോൾ അച്ഛനും ഏട്ടനും വന്നാലോ, അവർ വന്നാൽ പ്രശ്നമില്ല, നീ ഇങ്ങോട്ട് കയറി വാ, ബാക്കിയുള്ള കാര്യം ബാക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് സാന്ദ്ര അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയം ഹേമ ആദ്യം ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ കാഴ്ച കാണുന്നേ, ആട്ടുകട്ടിലേൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രാജീവൻ. രാജീവൻ ഇങ്ങനെ തുറച്ചു നോക്കുവാണ് നിധിയെ. നിധിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. നിധി ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ ഇവിടെ ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത് സാന്ദ്ര അടുത്തി. എന്നിട്ട് ഇപ്പം അച്ഛൻ ഇവിടെ ഉണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി നിധിയുടെ മനസ്സിൽ. അപ്പോഴേക്കും അരുണും കൂടെ അവരുടെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് നിധി ഒരു ഞെട്ടലോടുകൂടെ അവരെയൊക്കെ നോക്കുകയാണ്. പിന്നീട് രാജീവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അച്ഛൻ ഇപ്പോഴെങ്ങനെയുണ്ട്, അച്ഛന് സുഖമായെന്നൊക്കെ ചോദിക്കുക. പക്ഷെ രാജീവ് മുഖം ഉയർത്തുക, നിധി ഒന്നും നോക്കുക പോലും ചെയ്തില്ല. ആ സമയത്ത് ഹേമ പറഞ്ഞു, എങ്ങനെ സുഖമാവാനടി, നീ കാരണം ആരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല നിന്റെ അച്ഛൻ. നിനക്കറിയാലോ, നീ ആ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയ സമയത്ത് എത്രമാത്രം ഞങ്ങളൊക്കെ വേദനിച്ചെന്നറിയാവോ. നിധി പറഞ്ഞു, അമ്മ അത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അറിയാലോ, എനിക്ക് കല്യാണം ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോഴേക്കും അരുൺ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. എന്നിട്ടാണോടി നീ ആ കല്യാണം ഇഷ്ടമില്ലാഞ്ഞിട്ടാണോടി നീ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് വേറൊരുത്തൻ്റെ മുന്നിൽ തല കുനിച്ചു കൊടുത്തത്. നിങ്ങൾ സന്തോഷമായിട്ട് പുതിയൊരു ജീവിതം ആരംഭിച്ച് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അത് പിന്നെ ഏട്ടാ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഹേമ പറഞ്ഞു, വേണ്ട, നീ ഒരു അക്ഷരം പോലും മിണ്ടണ്ട. നീ ചെയ്ത ചതി കാരണം എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുക, ഈ കുടുംബം മുഴുവത്തോടെ നാണം കിട്ടി നിൽക്കുക. എന്നിട്ടോ ഇപ്പം നിനക്ക് ജോലിക്ക് പോകണം, സമ്പാദിക്കണം. എന്തൊക്കെയാ? അതേമേ, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കണം. അതുമാത്രമല്ല എനിക്ക് ഇനിയും കുറേ കൂടെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം സാധിക്കണം, അതിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നേ, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു, സർട്ടിഫിക്കറ്റോ നിനക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് തന്നുവിടുന്ന പ്രശ്നമില്ല, അറിയാലോ. ഇവിടെ നിനക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് നീ പോയി ജോലിക്ക് പോകത്തില്ല. അല്ല, നിനക്ക് ആരുടെയും കീഴിൽ ജോലി ചെയ്യണമെന്ന് എന്താ നിർബന്ധം ഇരിക്കുന്നേ? നല്ലൊരു ആലോചന നിനക്ക് കൊണ്ടുവന്നേ. അവന് നിന്നെ നല്ല പൊന്നു പോലെ നോക്കിയാൽ ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നെങ്കിൽ. നിന്റെ അച്ഛൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലേ പോലീസ് സ്റ്റേഷൻ വെച്ച് നിധി അച്ഛനോടൊപ്പം പോരാനായിട്ട്. എന്നിട്ട് നീ അനുസരിച്ചോ? നീ എന്താടി ചെയ്തേ? എന്നിട്ട് ഇപ്പം നീ വീണ്ടും വന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. സർട്ടിഫിക്കറ്റ് ഒന്നും തരത്തില്ല, നീ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോവാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഹേമയെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.